ഹായ് യൂട്യൂബ് ശ്രോതാക്കൾക്ക് പൊന്നിയമ്മ കിച്ചൻസിലേക്ക് സ്വാഗതം. ഞാനിവിടെ നിന്ന് പാളയംകുടമ്പ് പഴം കൊണ്ടുള്ള ഒരു ജാമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പഴമാണിത്. 2 കിലോ പഴം ആണിത്. ഇന്നലെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അതിൻ്റെ കൂടെ അവർ 5-6 കൂടി മീതി വന്നങ്ങോട്ട് വെച്ചപ്പോൾ എൻ്റെ ഒരു 2.25 കിലോ കാണും ഇത്. അതുകൊണ്ട് ജാം ഉണ്ടാക്കാമെന്ന് കൊണ്ടാണ്. നല്ലപോലെ പഴുത്ത പഴമാണിത്. പഴം ചേർത്തിങ്ങനെ അങ്ങോട്ട് പൊളിക്കണം. പൊളിച്ചേച്ച് നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് കണ്ടിച്ച് കളഞ്ഞേച്ച് ഇങ്ങനെ വട്ടത്തിലങ്ങോട്ട് അരിയത്. മക്കായി മാറ്റിക്കേ. നമ്മുടെ പഴമെല്ലാം അരിഞ്ഞ് ഇനി അത് കുക്കറിലിട്ടൊന്ന് വേകണം. കുക്കറിലിട്ടൊന്ന് വേകണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലോട്ട് ഇടുകയാണ്. കുക്കറിനകത്താക്കി ഇനി ഇതിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പ് വെള്ളം. അടുപ്പേ വെച്ചൊന്ന് വേഗം ഇത് പഴം നല്ലപോലെ വെന്ത് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് നീരാണ് നമുക്ക് വേണ്ടത്. ഇനി എന്താ കുഞ്ഞേ? അരിപ്പയ്ക്കകത്തോട്ട് ഇങ്ങനെ അരിച്ചതിൻ്റെ നീരെടുക്കണം. അത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട. നമ്മൾ ജാം ഉണ്ടാക്കാനായിട്ടാണ്. ഇനി സ്റ്റവ് വെച്ചൊരു കടായി അടുപ്പേ വെച്ച് നമ്മുടെ പഴത്തിൻ്റെ ചാറാണിത്. ഇത് ഈ കടായിലോട്ട് ഒഴിക്കുകയാണ്. നല്ല ചാറാണ്. വെള്ളം ഒന്നും വെക്കാതെ തിളച്ച് വരുന്നു. അതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. ഇത് മധുരം കുറച്ച് മതി ഇവിടെ. അതുകൊണ്ടാണ് മധുരം കൂടിയ കഴിക്കാൻ പാടാണ്. അതുകൊണ്ട് മധുരം കുറച്ചാണ് എടുക്കുന്നത്. അതിൽ അത്യാവശ്യമുള്ള മധുരം ഉണ്ട്. അങ്ങോട്ട് ഇട്ട് പഞ്ചസാര ഇട്ട് ഇതിനകത്തോട്ടൊരു 12 ഗ്രാമ്പുമാണ്. ഇതും കൂടെ അങ്ങോട്ടിട്ട് നമ്മുടെ ജാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊട്ടൊരു കളർ പോലും ചേർക്കണ്ട. നല്ല ചുവപ്പ് കളറാണ് വന്നേക്കുന്നത്. ഞാൻ ആദ്യമേ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇതിന് വാനിലയുടെ സോസ് ചേർത്തില്ല. രണ്ടാമത് ഉണ്ടാക്കി നോക്കിയപ്പം വാനിലയുടെ സോസ് ശകലം ചേർത്ത് നോക്കിയപ്പോഴത്തേക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ശകലേ ആവുള്ളൂ. ഞാൻ ഒരു 2 തുള്ളിക്ക് മാത്രം ഇതിലിട്ട് ഒഴിക്കുകയാണ്. ഒത്തിരി ആയെങ്കിലാണ് ചോദിക്കുന്നത്. വെള്ളം എടുത്തേച്ച് അതിനകത്തോട്ട് ഇതൊരു ശകലം ഒഴിച്ച് നോക്കുമ്പോൾ ഇത് ഒഴിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കട്ടിയായിട്ട് വെള്ളത്തിനകത്ത് കിടക്കും. ഇത് നമുക്ക് വാങ്ങാം. ഒരു നാരങ്ങയുടെ നീരാണിത്. ഒരു 1/2 സ്പൂണ് നാരങ്ങയുടെ നീരും കൂടെ അങ്ങോട്ട് ഒഴിക്കുകയാണ്. തീ നിർത്തുവാണ്. ശരി, ഇനി തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിക്കകത്തോട്ട് എടുത്ത് വെക്കണം. ഈ ഗ്രാമ്പു ഉള്ളത് വിട്ടതെങ്കിൽ പെറുക്കി എടുക്കണം. ജാം റെഡിയായി. കുപ്പിക്കകത്തോട്ട് ഒഴിച്ച് വെക്കുവാണ്. റെഡിയായി. ഇതാണ് ഞാൻ സ്പൂൺ എടുത്തിട്ട്. ഇതാണ് ശകലം കൂടി ഇത് ഉറയണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ. ഒരു അരമണിക്കൂർ ഇത് കഴിയുമ്പോൾ നല്ല സെറ്റാകുന്നത്.
ജാമ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൽ കളറും ഒന്നും ചേർത്തിട്ടില്ല, ഈ പഴത്തിൻ്റെ കളർ തന്നെയാണ് തന്നെ. പൂറ്റിയതേ ഉള്ളൂ. 2 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ നല്ലപോലെ സെറ്റാകും.